ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രുതീസ് ഫുഡ് ലാബ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റും നല്ല ലൈറ്റും ആയിട്ടുള്ള ബർഗർ ബൺസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആദ്യം തന്നെ നമുക്ക് ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ 3/4 കപ്പ് ഇളം ചൂടുള്ള പാലും 2 ടീസ്പൂൺ പഞ്ചസാരയും 2 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് കഴിയുമ്പോൾ ഈസ്റ്റ് ഇങ്ങനെ ഒരു ബബിൾ പോലെ പൊങ്ങി വരും. അപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 3 നുള്ളുപ്പും 2 ടീസ്പൂൺ ബട്ടറോ സൺഫ്ലവർ ഓയിലോ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒരു 10 മിനിറ്റെങ്കിലും നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു മാവ് കുറച്ച് സ്റ്റിക്കി ആയിരിക്കും, നല്ല സോഫ്റ്റും ആയിരിക്കും. എന്നാലും അത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഒരു 10 മിനിറ്റോളം നമ്മളെടുത്ത് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതിയാവും. എന്നാലേ ബൺ നല്ല സോഫ്റ്റ് ആയിരിക്കുള്ളൂ. ഇതിപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് എണ്ണ ഇങ്ങനെ തൂക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു പ്ലാസ്റ്റിക് റാപ്പോ അല്ലെങ്കിൽ ഒരു തുണിയോ ഇട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇനി ഇതൊരു 1-2 മണിക്കൂർ മാവൊന്ന് പൊങ്ങാൻ വേണ്ടി വയ്ക്കാം. ഞാനിവിടെ 2 മണിക്കൂറാണ് വെച്ചിരിക്കുന്നത്. മാവ് ഇപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിനി കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്തതിന് ശേഷം ടേബിൾ ടോപ്പിലിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതിനി നമുക്ക് 6 ഡിവൈഡ് ചെയ്തെടുക്കാം. ഇനി ഓരോന്നും എടുത്ത് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ കുഴച്ചതിന് ശേഷം ബോളായിട്ട് ഉരുട്ടി നമുക്ക് ബേക്കിംഗ് ഷീറ്റിലേക്ക് എടുത്ത് വെക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം ബേക്കിംഗ് ഷീറ്റിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി ഒരു മൂടിയോ അല്ലെങ്കിൽ കിച്ചൺ ടൗലോ ഉപയോഗിച്ച് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. എന്നിട്ടൊരു 30 മിനിറ്റ് മാവൊന്ന് പൊങ്ങാൻ വേണ്ടി വെക്കാം. 30 മിനിറ്റ് കഴിയുമ്പോൾ മാവ് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് പാല് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഓരോന്നിൻ്റെയും മേലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ബ്രഷ് ചെയ്ത് കഴിയുമ്പോൾ ഇനി ഇതിൻ്റെ മേലെ കുറച്ച് എള്ളും കൂടി ഇങ്ങനെ വിതറി കൊടുക്കാം. ഞാനിപ്പോൾ വെളുത്ത എള്ളാണ് വിതറി കൊടുക്കുന്നത്. ബേക്കറിയിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ബർഗർ ബൺസിൻ്റെ ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 150 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത അവനിലേക്ക് 10 മുതൽ 15 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ബൺ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ചൂടോടെ കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തത് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബണ്ണൊക്കെ ബേക്കറിയിൽ കിട്ടുന്ന അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. അതിലും കുറച്ചുകൂടി ടേസ്റ്റിയാണ്. ഇതൊരു 3-4 ദിവസം നമുക്ക് വീട്ടിൽ വെച്ച് സ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് കുറച്ചൊന്ന് കട്ടിയായി പോവും. ഒരു അലൂമിനിയം ഫോയിലോ പ്ലാസ്റ്റിക് റാപ്പോ ഇട്ട് കവർ ചെയ്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ച് പുറത്ത് വെച്ച് തന്നെ സൂക്ഷിക്കാവുന്നതാണ്. നമ്മുടെ ബൺ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി വേറൊരു റെസിപ്പി ആയിട്ട് പിന്നീട് കാണാം.